ആന മയക്കത്തിലേക്ക് പോകുന്നു എന്നാണ് അറിയുന്നത്. അതിനുശേഷം അത് നിരീക്ഷിച്ച ശേഷം എന്താണ് ആരോഗ്യസ്ഥിതി എന്നുള്ളത് അറിഞ്ഞ ശേഷമായിരിക്കും അടുത്ത കാര്യത്തിലേക്ക് ദൗത്യ സംഘം കടക്കുക എന്നാണ് അറിയുന്നത്. എലിഫന്റ് ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നു. കുങ്കിയാനകളെ ഉപയോഗിച്ച് കൊമ്പനെ പുറത്തേക്ക് എത്തിച്ച ശേഷം അവിടെ നിന്ന് എലിഫന്റ് ആംബുലൻസിൽ ആനയെ കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സമയം വൈകിയതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ മയക്കുവെടി വെക്കൽ പൂർത്തിയായതിന്റെ ആശ്വാസത്തിലാണ് ദൗത്യ സംഘം. പ്രദേശത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു, ഒച്ചയെടുത്തിരുന്നു. അതെല്ലാം പോലീസിന്റെ സഹായത്തോടെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ആനയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മയക്കുവെടിക്ക് മുൻപ് ആന മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ മാറി മാറി നിൽക്കുന്ന കാഴ്ചയായിരുന്നു. അത് മയക്കുവെടി വെക്കാൻ വൈകിപ്പിക്കുന്നതിനും കാരണമായി. പക്ഷേ ഇപ്പോൾ മയക്കുവെടി കൊണ്ട ശേഷം അതേ സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. സുരേന്ദ്രനും വിക്രമും സൂര്യനും റെഡിയായിരിക്കുന്നു ഇവരെ പുറത്തേക്ക് കൊമ്പനെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി. അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ആന മയക്കത്തിലേക്ക് പോയി എന്നാണോ? ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? തന്നെ ആന മയക്കത്തിലേക്ക് നീങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വെടി കൃത്യമായി തന്നെ വാലിന് സമീപം കാലിനോട് ചേർന്ന പിൻഭാഗത്ത് കൊണ്ടിരുന്നു. അതിനുശേഷം ഒരടി പോലും ആന എങ്ങോട്ടും നീങ്ങിയിട്ടില്ല. അവിടെ തന്നെ നിൽക്കുകയാണ്. ഇടയ്ക്ക് ചെവിയാട്ടുന്നു, തുമ്പിക്കൈ കൊണ്ട് മണ്ണുവാരി ദേഹത്തെ കെറിയുന്നു എന്നതൊഴിച്ചാൽ മറ്റു യാതൊരു പരാക്രമവും ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ആ വാഴത്തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കും പോയിരുന്നുമില്ല. ഉദ്യോഗസ്ഥർ പൂർണ്ണമായും വാഴത്തോട്ടത്തിന്റെ ആന നിൽക്കുന്ന ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. അതായത് അനന്തര നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഡോക്ടർ അടക്കമുള്ള ആളുകൾ അവർ അതിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നു. അല്ലെങ്കിൽ മയക്കം ഏത് രീതിയിൽ മയക്കുവെടി ആനയിൽ സ്വാധീനം ചെലുത്തി എന്ന് വിലയിരുത്തി വരുന്നു. അതിനുശേഷമാവും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. വലിയ ശക്തിയുള്ള ആനയാണ്. നേരത്തെ ഹസനിൽ നിന്നും പിടിക്കാൻ അങ്ങേയറ്റം കഷ്ടപ്പെട്ടാണ് ആനയെ അന്ന് തളച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു പരിചയം അല്ലെങ്കിൽ അങ്ങനൊരു പൂർവ്വകാല ചരിത്രം ആനയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആവും കൂടുതൽ വിലയിരുത്തലുകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്, പരസ്പരം ആലോചനകളും ചർച്ചകളും നടത്തുന്നുണ്ട്. ഇതിന് ശേഷമാവും ഈ അടുത്ത നടപടിക്രമങ്ങൾ എന്ത് എന്ന കാര്യത്തിലേക്ക് തീരുമാനത്തിൽ എത്തുക. കേരള പോലീസും കർണാടകയിലെ വനംവകുപ്പും കേരളത്തിന്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉന്നതരടക്കമുള്ള ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. എന്തായാലും വെടി കൃത്യമായി കൊണ്ടുകഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 10-15 മിനിറ്റായി ആന ആ സ്ഥലത്ത് നിന്നും അനങ്ങാതെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഏതാണ്ട് ഒരു മയക്കത്തിലേക്ക് ആന നീങ്ങിയിരിക്കുന്നു എന്നൊരു വിലയിരുത്തൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടം നടപടിക്രമങ്ങളിലേക്ക് ഉടൻ നീങ്ങിയേക്കാം. അതിനുള്ള സാധ്യതകൾ കാണുന്നു. ആ ചതുപ്പിൽ നിന്നും അല്ലെങ്കിൽ ആ വാഴത്തോപ്പിൽ നിന്നും പുറത്തേക്ക് എത്തിക്കണം. ആദ്യം അവിടെ ഒരു തുറസായ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ 2 വശത്തായാണ് ഈ വാഴത്തോട്ടം നിൽക്കുന്നത്. വനംവകുപ്പിന്റെ വാഹനം ഇപ്പോൾ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വാഹനം വരുന്നാൽ അതിന് പിന്നാലെ ഒരുപക്ഷെ ഈ കുങ്കിയാനകളെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കുങ്കിയാനകളെ എത്തിച്ച് വാഴത്തോപ്പിൽ നിന്നും ആനയെ പിടികൂടി ബന്ധിച്ച് ഈ തുറസായ സ്ഥലത്തേക്ക് എത്തിക്കാം. അവിടെ നിന്നും പിന്നീട് പുറത്തേക്ക് കൊണ്ടുപോകും. വയനാട്ടിലെ മാനന്തവാടിയിലെ ന്യൂമാൻ കോളേജിന് സമീപമാണ് ഈ സ്ഥലം, ഈ വാഴത്തോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഈ വാഴത്തോപ്പിലേക്കാണ് രാവിലെ മുതൽ തന്നെ വയനാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ആനയെ കാണുന്നതിനായി, ആനയെ പിടികൂടി മയക്കുവെടി വെച്ച് പിടികൂടുന്ന കൗതുക കാഴ്ച കാണാനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുന്നിൻചെരുവിന്റെ എല്ലാ വശങ്ങളും ആളുകൾ കൈയടക്കിക്കൊണ്ടിരുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ അതത് ഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ട് തന്നെ ആളുകൾ കൃത്യമായൊരു ശാന്തത പാലിച്ച് ഈ ആനയെ വലിയ രീതിയിൽ പ്രകോപിതരാക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. ആദ്യം വാഴത്തോപ്പിൽ നിന്ന് ആന കുന്നിൻചെരുവിലേക്കും പിന്നീട് വാഴത്തോപ്പിന്റെ മറുവശത്തേക്കും പോയി. ഇതേ തുടർന്ന് ഒരു വശത്തു നിന്നും വെടി പൊട്ടിച്ചാണ് അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചാണ് ആനയെ മറുവശത്തേക്ക് എത്തിച്ചത്. അങ്ങനെ മറുവശത്തേക്ക് എത്തിച്ചപ്പോൾ ആദ്യ വെടി വെച്ചെങ്കിലും അത് വലിയ പ്രഭാവം ആനയിൽ ചെലുത്തിയില്ല
ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഏതാണ്ട് 30 മീറ്ററിൽ താഴെ ദൂരത്തിൽ കൃത്യമായി വെടി ആനയുടെ പിൻവശത്ത് കൊള്ളുകയും അതിനുശേഷം യാതൊരു തരത്തിലുമുള്ള അനക്കവും പ്രകടമാക്കാതെ ആന ശാന്തനായി നിൽക്കുന്ന കാഴ്ച. ആന അങ്ങനെ നിൽക്കുമ്പോഴും ഉദ്യോഗസ്ഥ സംഘം രണ്ട് വശത്തും ജാഗരൂകരായി തന്നെ ആനയെ നോക്കി നിൽക്കുന്നുണ്ട്, ആനയെ വിലയിരുത്തുന്നുണ്ട്. ആനയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും പ്രകോപനം ഇനിയായാലും ഉണ്ടാകാനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം ആനയെ ആ വാഴത്തോപ്പിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഴത്തോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും മറ്റ് ആളുകളെയുമൊക്കെ പോലീസ് ആ സ്ഥലത്ത് നിന്നും മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അടുത്ത നടപടിക്രമത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കും എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മിഷൻ തണ്ണീർ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ ഏറ്റവും സുപ്രധാനമായ മയക്കുവെടി വയ്ക്കുക എന്ന ദൌത്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ മയക്കുവെടി വെച്ച് മയങ്ങി നിൽക്കുന്ന കൊമ്പനെ കുങ്കയാനകളെ ഉപയോഗിച്ച് കരയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ആ വാഴത്തോപ്പിന്റെ പുറത്തേക്ക് എത്തിക്കുക, അവിടെ നിന്നും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുക. മൈസൂർ വനമേഖലയിൽ തന്നെ അല്ലെങ്കിൽ കർണാടകത്തിലെ വനമേഖലയിൽ തന്നെ ആനയെ കാട്ടിലേക്ക് തുറന്നുവിടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹസൻ എന്ന കർണാടകത്തിലെ സ്ഥലത്ത് വലിയ നാശനഷ്ടങ്ങൾ വിതച്ച കേരളത്തിൽ അരിക്കൊമ്പൻ എങ്ങനെ ചിന്നക്കനാലിന്റെ പേടി സ്വപ്നമായി മാറി എന്നതുപോലെ തന്നെ ഹസനിലെ അരിക്കൊമ്പനായിരുന്നു ഒരു കാലത്ത് ഈ തണ്ണീർ എന്ന കൊമ്പൻ. വലിയ ഭീഷണിയായി ജനജീവിതത്തിനും സ്വത്തിനും ഒക്കെ ഭീഷണിയായി മാറിയ ഘട്ടത്തിലാണ് കർണാടക വനം വകുപ്പ് മയക്കുവെടി വെച്ച് ഈ കൊമ്പനെ പിടികൂടി പിന്നീട് കർണാടകത്തിലെ കാട്ടിൽ തുറന്നുവിട്ടത്. അവിടെ നിന്നും 200 കിലോമീറ്റർ സഞ്ചരിച്ചാണ് പിന്നീട് ഈ മാനന്തവാടിയിലേക്ക് എത്തിയിരിക്കുന്നത്. 12 ദിവസം മുമ്പ് തിരുനെല്ലിയിലെ ജനവാസ മേഖലയിൽ ഈ കൊമ്പന്റെ സാന്നിധ്യം ദൃശ്യമായി എന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നു. പക്ഷേ വനംവകുപ്പിന്റെ പക്കൽ നിന്നും കൃത്യമായൊരു വിശദീകരണം അല്ലെങ്കിൽ അറിയിപ്പ് നാട്ടുകാർക്ക് ലഭിച്ചില്ല. അതിനുശേഷം വീണ്ടും 12 ദിവസത്തെ സമയമെടുത്താണ് മാനന്തവാടി പട്ടണത്തിലെത്തിയത്. മാനന്തവാടി കോടതിയിലും ട്രഷറിയിലും ഒക്കെ കയറി ഇറങ്ങി നടന്ന കൊമ്പനാണ്. പക്ഷേ ഒരിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല, ഒരിടത്തും ജനങ്ങൾക്ക് നേരെ പ്രകോപനപരമായി പെരുമാറിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഹസനിൽ നിന്നും പിടികൂടി കലാപകാരിയായ ആന ആയതുകൊണ്ട് തന്നെ